ദൈവം മനുഷ്യനോട് പറയുന്നത്, സഭയുടെ കാന്തൻ കാന്തയോട് പറയുന്നത്, നിന്റെ കാലം മാറുന്നുവെന്ന, നിന്റെ കാലം മാറുന്നുവെന്ന, നിന്റെ കാലം മാറുന്നു. സ്തോത്രം. ഉത്തമഗീതത്തിലേക്ക് കടന്നു വരുമ്പോൾ ശൂന്യങ്കാരത്തി പറയുക, എൻ്റെ പ്രിയൻ എന്നോടൊരു കാര്യം പറഞ്ഞു. എൻ്റെ പ്രിയൻ എന്നോടൊരു കാര്യം പറഞ്ഞു. എന്താ എൻ്റെ പ്രിയൻ എന്നോട് പറഞ്ഞതെന്നറിയാമോ? ഉത്തമഗീതം 2-ാം അധ്യായം അതിൻ്റെ 10, 11, 12 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ 10, 11, 12 വാക്യങ്ങൾ. എന്റെ പ്രിയൻ എന്നോട് പറഞ്ഞത്, എൻ്റെ പ്രിയൻ എന്നോട് പറഞ്ഞത്, എന്റെ പ്രിയേ, എൻ്റെ പ്രിയൻ എന്നോട് പറഞ്ഞത്, എന്റെ പ്രിയേ, എൻ്റെ പ്രിയേ, എഴുന്നേൽക്ക, എഴുന്നേൽക്ക, എന്റെ സുന്ദരി, എൻ്റെ സുന്ദരി, വരിക, വരിക. ശീതകാലം കഴിഞ്ഞു. ശീതകാലം കഴിഞ്ഞു. മഴയും മാറിപ്പോയല്ലോ. ശീതകാലം കഴിഞ്ഞു. ശീതകാലം കഴിഞ്ഞു. ശീതകാലം കഴിഞ്ഞു. നിനക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത മരം കൊച്ചുന്ന ശീതകാലം കഴിഞ്ഞു. പിന്നെ മഴയും മാറിപ്പോയല്ലോ. അടുത്തത് കഴിഞ്ഞ 2 കാലത്തെക്കുറിച്ച്. കഴിഞ്ഞ ഒരു കാലത്തെ മാത്രം എടുക്കാം. ശീതവും മഴയും. ശീതകാലം കഴിഞ്ഞു. ശീതകാലം കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത വാക്യം 12-ാം വാക്യം. പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു. വള്ളിത്തല മുറിക്കും കാലം വന്നിരിക്കുന്നു. വള്ളിത്തല മുറിക്കും കാലം വന്നിരിക്കുന്നു. ആ 2 ഭാഗങ്ങളെ മാത്രം ഒന്ന് ചേർത്ത് വായിച്ചാൽ, ശീതകാലം കഴിഞ്ഞു, വള്ളിത്തല മുറിക്കും കാലം വന്നിരിക്കുന്നു. ഒരു കാലത്തെ മാറ്റുകയും വേറൊരു കാലത്തെ വരുത്തുകയും ചെയ്തു. ഒരിക്കൽ കൂടെ പറയട്ടെ, ഒരു കാലത്തെ മാറ്റുകയും മറ്റൊരു കാലത്തെ വരുത്തുകയും ചെയ്തു. ശീതകാലത്തെ സംബന്ധിച്ച് ശീതകാലത്തിൽ ഇതിനൊന്നും ഫലം കായ്ക്കാൻ കഴിയത്തില്ല. ഇതിന് മുകളിലെല്ലാം വന്ന് മഞ്ഞിങ്ങനെ ഭാരമുള്ള മഞ്ഞ് വന്നിട്ട് ഈ വള്ളികളിലെല്ലാം കിടന്ന്, ഈ വള്ളികളിൽ മഞ്ഞിരുന്ന് ഈ വള്ളികളെല്ലാം കൂനിപ്പോകും. കൂനിപ്പോയ വള്ളികൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല? ഫലം കായ്ക്കാൻ കഴിയത്തില്ല. രാവ് മുഴുവൻ മഞ്ഞ് വന്ന് ഇങ്ങനെ കല്ലുപോലെ മഞ്ഞ് വന്ന് ഈ മുന്തിരിവള്ളികളുടെ വള്ളികളിലെല്ലാം ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. വള്ളികളിൽ വന്ന് ഈ മഞ്ഞിങ്ങനെ തളം കെട്ടി നിന്നത് കാരണം ഈ വള്ളികളെല്ലാം കുനിഞ്ഞുപോയി. ശീതകാലത്തിൽ ചില കഷ്ടതകളുടെ മഞ്ഞ്, ചില വേദനകളുടെ ഐസ് കട്ടകൾ വന്ന് ഇങ്ങനെ തലയിലിരുന്ന് ഈ തല എന്ത് ചെയ്തെന്നറിയാമോ? കുനിഞ്ഞുപോയി. ഇനിയും അതിനകത്ത് എന്തോ ഉണ്ടാകത്തില്ല? ഒരു ഫലം ഉണ്ടാകത്തില്ല. പക്ഷേ ഇപ്പോൾ കാന്തൻ പറയുകയാണ്, എൻ്റെ പ്രിയേ, എൻ്റെ സുന്ദരി, ഞാൻ നിന്നോടൊരു കാര്യം പറയാ. ശീതകാലം കഴിഞ്ഞു കേട്ടോ. നിന്റെ തല കുനിക്കത്തക്കവണ്ണം, നിന്റെ തലയിൽ ഭാരം കയറിയിരുന്ന, നിന്നെ കുനിക്കത്തക്കവണ്ണം നിന്റെ മേൽ വേദന കയറിയിരുന്ന, നിന്റെ ജീവനെ നഷ്ടപ്പെടുത്തുന്ന മഞ്ഞ് കട്ടകൾ വന്ന് നിന്റെ തലയിൽ കയറിയിരുന്ന ആ ശീതകാലം കഴിഞ്ഞു. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ കുനിഞ്ഞു പോയ മുന്തിരി വള്ളിയുടെ തലകളെ, ഇനി ഒരിക്കലും ഫലം കായ്ക്കാത്ത ആ തലകളെ മുറിച്ച് കളഞ്ഞിട്ട് പിന്നെയും ഫലം കായ്ക്കുന്ന ഇതളുകൾ പൊട്ടി വിടരത്തക്കവണ്ണം ഒരു സീസണെ ഞാൻ നിനക്ക് നൽകുകയാ. നീ കുനിഞ്ഞ കാലത്തെ മാറ്റുക മാത്രമല്ല, നീ കുനിഞ്ഞു പോയ ഇടങ്ങളെ മുറിച്ച് കളഞ്ഞിട്ട്, നീ എവിടെ കുനിഞ്ഞോ ആ കുനിഞ്ഞതിനെ മുറിച്ച് കളഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെയും മേപ്പോട്ട് കയറാൻ തക്കവണ്ണം ശലദന ഹസിയ ബരഗദാനി രഗദന ബലകട ബരകശിയാര മനസതരാദി രദന രാരിയാര ബലകശിയാരാധന രഗദന ഗലഗടഗടഗര സബാനി. ആമേൻ. നമ്മൾ പലപ്പോഴും ഇതിനെ ഒത്തിരി നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. ആമേൻ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. നിങ്ങൾ എന്നിൽ അധികം ഫലം കായ്ക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ചെത്തി വെടിപ്പാക്കുന്നു. നമ്മളിതെപ്പോഴും ചിന്തിക്കുന്നത് കർത്താവ് ഇങ്ങനെ നമ്മളെ ചെത്തി മുറിച്ച് അങ്ങ് വേദനിപ്പിക്കുമെന്നാ. അങ്ങനെയല്ല. കർത്താവ് ഇങ്ങനെ എപ്പോഴും നമ്മളെ നോക്കുകയാ. അതിനകത്ത് മഞ്ഞ് വന്ന് ഐസ് കട്ട വന്നിരുന്ന് ചില മുന്തിരിവള്ളികൾ എന്ത് ചെയ്തു? ഉണങ്ങി താഴോട്ട് കുനിഞ്ഞുപോയി. കുനിഞ്ഞു
പോയതിനെ കർത്താവ് മുറിച്ച് കളഞ്ഞിട്ട് അവിടെ നിന്ന് അടുത്ത വള്ളികൾ കിളിച്ചു വരുമ്പോൾ അതെന്ത് ചെയ്യുകയാണ്? അത് മേപ്പോട്ട് വരികയാണ്. ഇന്നലകളിൽ നീ തലകുനിഞ്ഞ ചരിത്രത്തെ മുറിച്ച് കളഞ്ഞിട്ട്, ഇന്നലകളിൽ നീ താണുപോയ ചരിത്രത്തെ, ആ പേജിനെ കർത്താവ് വലിച്ചു കീറിയിട്ട് പകരം മുകളിലേക്ക് വളരാൻ തക്കവണ്ണം, ഇന്നലകളിൽ എവിടെയൊക്കെ നീ താഴോട്ട് പോയോ, ഇന്നലകളിൽ എവിടെയൊക്കെ നീ കീപ്പോട്ട് പോയോ, നീ കീപ്പോട്ട് പോയതും താപ്പോട്ട് പോയതുമായ വള്ളിത്തലകളെ മുറിച്ചു കളയുകയാ. കാരണം നീ ഒരിക്കൽ താണുപോയവനാണെന്ന്, നീ ഒരിക്കൽ പിന്മാറിപ്പോയവനാണെന്ന്, നീ ഒരിക്കൽ ദൈവത്തെ തള്ളിപ്പറഞ്ഞവനാണെന്ന്, നീ ഒരിക്കൽ വിശ്വാസം വിട്ടുപോയവനാണെന്ന്, നീ ഒരിക്കൽ മദ്യപിച്ചവനാണെന്ന്, നീ ഒരിക്കൽ സിനിമാ കൊട്ടകയിൽ ഇരുന്നവനാണെന്ന്, നീ ഒരിക്കൽ പാപത്താൽ തലകുനിഞ്ഞവനാണെന്ന് നാളെ ലോകം പറയരുത്. ഞാൻ ആ കൃഷിക്കാരൻ്റെ അടുക്ക ചെന്ന് ചോദിക്കും, ആ വള്ളിത്തല എന്തിനാ മുറിച്ചു കളഞ്ഞത്? ആ യജമാനൻ പറയും, അതവന് ഭംഗിയല്ല, അതവന് മാന്യതയല്ല. നാളെ എത്ര മേപ്പോട്ടിവൻ കിളിച്ചാലും മനുഷ്യനെല്ലാം താപ്പോട്ട് കിടക്കുന്ന ഈ ഉണങ്ങിയ ഇലയെ കാണത്തുള്ളൂ. ഇല്ല, അവൻ്റെ ജീവിതത്തിലെ പരാജയത്തിൻ്റെ ചരിത്രത്തെ, അവൻ്റെ ജീവിതത്തിലെ പിന്മാറ്റത്തിൻ്റെ ചരിത്രത്തെ, അവൻ്റെ ജീവിതത്തിലെ പാപത്തിൻ്റെ ചരിത്രത്തെ ഞാൻ മുറിച്ചു കളയുകയാ. ഇന്ന് പകൽക്കാലം കർത്താവ് ഒരു സീസൺ ചേഞ്ച് നടത്തുകയാ. എന്താണ് സീസൺ ചേഞ്ചിന്റെ പ്രത്യേകത എന്നറിയാമോ? എവിടെയൊക്കെ പാപത്തിന്റെ മഞ്ഞുകട്ട വീണ്, രോഗത്തിന്റെ മഞ്ഞുകട്ട വീണ്, ശാപത്തിന്റെ മഞ്ഞുകട്ട വീണ് കുനിഞ്ഞുപോയ വള്ളിത്തലകളുണ്ടോ, കർത്താവ് ആ ചരിത്രത്തെ വെട്ടിമാറ്റിയിട്ട്, കർത്താവ് ആ വള്ളിത്തലയെ മുറിച്ചു മാറ്റിയിട്ട് പറയുകയാ, ഇനിയും ഈ മുന്തിരിവള്ളികൾ മുകളിലോട്ട് നിൽക്കുന്ന തലകൾ മാത്രം മതി. നിന്റെ കുടുംബത്തിൽ താഴോട്ട് വീണ് കിടക്കുന്ന ഒരു തല കാണാൻ ദൈവം അനുവദിക്കത്തില്ല. തകർന്നു പോയ ഒരു കുടുംബ ജീവിതത്തിന്റെ ചരിത്രം പേറാൻ, മുടിഞ്ഞു പോയ ഒരു ജീവിതത്തിന്റെ ചരിത്രം പേറാൻ ദൈവം നിന്നെ സമ്മതിക്കത്തില്ല. ഒരു പുതിയ സീസൺ നീ കുനിഞ്ഞു പോയിടത്തെല്ലാം ദൈവം അതിനെ മുറിച്ചു മാറ്റി. വള്ളിത്തല മുറിക്കുക, കർത്താവ് വള്ളിത്തല മുറിക്കുക. ഇന്നലകളിൽ താണുപോയ, ഇന്നലകളിൽ കരിഞ്ഞുപോയ, ഇന്നലകളിൽ വാടിപ്പോയ, ഇന്നലകളിൽ ഒതുങ്ങിപ്പോയ ചരിത്രങ്ങളെ കർത്താവ് മായ്ച്ചു കളയുക. ഹോ, പരിശുദ്ധാത്മാവ് ചിലതിനെ എറൈസ് ചെയ്യുന്നു, പരിശുദ്ധാത്മാവ് ചിലതിനെ മായ്ച്ചു കളയുന്നു, പരിശുദ്ധാത്മാവ് ചിലതിനെ ഫോർമാറ്റ് ചെയ്യുന്നു, പരിശുദ്ധാത്മാവ് ചിലതിനെ ഫോർമാറ്റ് ചെയ്യുന്നു. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ സ്തോത്രം പറ. ശീതകാലം കഴിഞ്ഞു. 2, വള്ളിത്തല മുറിക്കുക. അപമാനം ഇനി അവിടെ കിടക്കത്തില്ല. Holy Spirit, Holy Spirit, Holy Spirit. Rakabala sakarabala idala harasala harikala ra 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 ಅರ್ಧರಗ ಧರಗ 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 ಧರ ಅರ್ಧಲ ಬರ ಹೌಡ ಬರ ಪ್ರವಾಸಿಯ ರಗರಗಡ ಹಲ್ದರ ಆದರ ಧರಾದಿ ರಾದರಗಡ ಹಲ್ದರಗದ ರಗದರಗದರಿ ಅರ್ಧನಗರ ಹಂದಲಗರ ಹಡಗರಗದರಿ ಅರ್ಧನಗರ ಹಡಗಲಗರ ಅಶ್ವರಾದಿಯಾಧರ രൂഗദാന ഘടക ശവപ്രഭാനി. എൻ്റെ സഹോദരങ്ങളെ, ഈ സീസൺ പറയുന്നത് പ്രൂണിങ് സീസൺ എന്നാ. പക്ഷെ ഇതിന് ചില ബൈബിൾ വേർഷനുകളിൽ പറയുന്നത് സിംഗിങ് സീസൺ എന്നാ പറയുന്നത്. ഇല വെട്ടുകയാ. കാരണം ഇന്നലകളിൽ വാടിപ്പോയ ഇലകൾ നിന്റെ വള്ളിക്കകത്ത് കാണാൻ ദൈവത്തിന് താല്പര്യമില്ല. എവിടെയോ വീണ മഞ്ഞിനകത്ത്, എവിടെയോ വീണ ഐസ് കട്ടയ്ക്കകത്ത് നിന്റെ ഇലകൾ കുനിഞ്ഞു, നിന്റെ പ്രാർത്ഥന കുനിഞ്ഞു, നിന്റെ വിശ്വാസം കുനിഞ്ഞു, നിന്റെ പ്രതിഷ്ഠ കുനിഞ്ഞു, നിന്റെ തീഷ്ണത കുനിഞ്ഞു.
നിന്റെ തലമുറകൾ കുനിഞ്ഞു. പക്ഷെ കർത്താവ് കുനിഞ്ഞു പോയ വള്ളികളെയൊക്കെ മുറിച്ച് കളയുക. ഹേ റാഖശാലാനി, ദൈവം ഒരു പുതിയ സീസണെ ദൈവജനത്തിന് വേണ്ടി നൽകുകയാണ്. വള്ളിത്തലകളെ മുറിക്കുന്ന കാലം. നിങ്ങൾ ആരും വള്ളിത്തല മുറിക്കുന്ന കാലം കർത്താവ് വെട്ടി ഒതുക്കുന്ന കാലമാണെന്ന് ചിന്തിക്കരുത്. പകരം നിങ്ങളുടെ മേലെ അപമാനമായി പിശാച് പറയാൻ, മനുഷ്യൻ പറയാൻ സാധ്യതയുള്ള അത്ര സംഗതികളെയും വെട്ടിക്കളയുന്ന കാലം. നിന്നെ നോക്കി വിരൽ ചൂണ്ടത്തക്കവണ്ണം ശത്രു കൈ വെച്ചിരിക്കുന്നതിനെല്ലാം വെട്ടിക്കളയുന്ന കാലം. സഖറിയ പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ യോശുവ മഹാപുരോഹിതൻ ദൈവത്തിന്റെ സന്നിധാനത്തിങ്കൽ നിൽക്കുമ്പോൾ മുഷിഞ്ഞ വസ്ത്രത്തെ നോക്കി പിശാചിന് കുറെ പറയാനുണ്ട്. കർത്താവ് പെട്ടെന്ന് ദൂതനോട് പറഞ്ഞു, വള്ളിത്തല മുറിച്ചേക്കാൻ പറഞ്ഞു. വള്ളിത്തല മുറിച്ചേക്കാൻ എന്ന് പറഞ്ഞാൽ കരിഞ്ഞ ചേറുപറ്റിയ അശുദ്ധമായ വസ്ത്രത്തെയെല്ലാം മുറിച്ച് കളഞ്ഞേക്കാൻ പറഞ്ഞു. എന്നിട്ട് അവനിൽ ഒരു പുതിയ വസ്ത്രവും കിരീടവും വെക്കാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു പുതിയ തളിരിട്ടു. ഇന്ന് പകൽക്കാലം കർത്താവ് ഒരു സീസണെ തുറക്കുകയാ, വള്ളിത്തല മുറിക്കുന്നതായിട്ടുള്ള ഒരു കാലം. എൻ്റെ സഹോദരങ്ങളെ, ജീവിതത്തിലെ കാലങ്ങൾ ദൈവത്താൽ നിയമിക്കപ്പെടുന്നതാണ്. ഒരു ശീതകാലം വന്നെങ്കിൽ അതിൻ്റെ പിമ്പിൽ ദൈവ നിയമനമുണ്ട്. ആ കാലത്തെ ദൈവത്തിന് മാറ്റുവാനും കഴിയും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വേഗത്തിൽ ഞാൻ മുൻപോട്ട് പോകട്ടെ. ദൈവം ചില സീസണുകളെ ഇതിനകത്ത് മാറ്റുകയാണ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 6-ാം വാക്യത്തിൽ, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ ഒരു കാലത്തെ ചോദിക്കുകയാണ്. വായിക്കാമോ? ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിൽ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുമോ എന്ന് ചോദിച്ചു. ശിഷ്യന്മാർ ഇവിടെ കർത്താവിനോട് ചോദിക്കുക, ഇസ്രായേലിന്റെ യഥാസ്ഥാപനത്തിനുള്ള ഒരു കാലം എപ്പോഴാണ്? അപ്പൊ ശിഷ്യന്മാർക്കൊരു കാര്യം അറിയാം, എ സീസൺ ടു ബി റിസ്റ്റോർഡ്. യഥാസ്ഥാനപ്പെടുവാൻ ഉള്ള ഒരു കാലമുണ്ട്. ഇസ്രായേലിൻ്റെ ആ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ 6 നൂറ്റാണ്ടുകളായി ഇസ്രായേലിൽ ഒരു രാജാവില്ല. ഇസ്രായേലിന് സ്വയമായി ഒരു രാഷ്ട്ര വ്യവസ്ഥയില്ല. അവൻ പേർഷ്യൻ്റെയും ഗ്രീക്കൻ്റെയും റോമൻ്റെയും ഒരു കോളനിയായിട്ട് ജീവിക്കുക. അവിടെ യേശുവിൻ്റെ അടുക്കൽ ശിഷ്യന്മാർ വന്ന് ചോദിക്കുകയാണ്, ഇവനൊരു യഥാസ്ഥാനത്തിൻ്റെ കാലമുണ്ടാകത്തില്ലേ? ആകയാൽ ദൈവം തൻ്റെ ജനത്തിന് വെച്ചിരിക്കുന്ന അടുത്ത ഒരു കാലമാണ് ഈ യഥാസ്ഥാപനത്തിൻ്റെ കാലം. പക്ഷേ എപ്പോഴാണ് ഈ യഥാസ്ഥാപനത്തിൻ്റെ കാലം വരുന്നത്? യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം കാലങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുന്നത് കാണാൻ കഴിയും. യോവേൽ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യോവേൽ പ്രവചനം 2-ാം അധ്യായം 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും എന്ന് പറഞ്ഞാൽ ദൈവം ആ സീസണുകളെ എല്ലാം എന്ത് ചെയ്യുകയാണ്? റിസ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. ശരിയാണ്, യോവേൽ 2:25 ദൈവം ഇത് റിസ്റ്റോർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇത് ദൈവം റിസ്റ്റോർ ചെയ്യുവാൻ തക്കവണ്ണം കാരണമായി തീർന്നത് എന്ത് എന്നുള്ളതാണ്. യോവേൽ പുസ്തകം 2-ാം അധ്യായം 25-ാം വാക്യത്തിലേക്ക് വരുമ്പോഴാണ് പറയുന്നത്, നിങ്ങൾക്ക് നഷ്ടമായ കാലങ്ങളെ ഇസ്രായേലെ ഞാൻ നിന്നെ യഥാസ്ഥാനപ്പെടുത്തും. പക്ഷേ ഇത് എപ്പോഴാണ് ദൈവം പറയുന്നത്? 2-ാം അധ്യായം 25-ാം വാക്യത്തിലാണ് ഞാൻ നിന്നെ കാലങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുമെന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് എപ്പോഴാണ് ദൈവം ഇതിനെ യഥാസ്ഥാനപ്പെടുത്തുന്ന കാലം തുറക്കുന്നതെന്ന് കാണുവാൻ കഴിയും. വായിക്കാമോ? 12-ാം വാക്യം. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവീനെന്ന് യഹോവയുടെ അരുളപ്പാട്. ഉപവസിച്ചുകൊണ്ട് ദൈവത്തിങ്കലേക്ക് തിരിയുന്നവനോട് ദൈവം പറയുകയാ, ഞാൻ നിനക്കൊരു യഥാസ്ഥാപനത്തിന്റെ കാലം തരാം. ഉപവസിക്കുന്ന ദൈവമക്കളെ, നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി
വേണ്ടി ദൈവം ഒരു യഥാസ്ഥാപനത്തിന്റെ കാലം തുറക്കാൻ പോവുകയാ. ഉപവസിക്കുന്നവന് വേണ്ടി ദൈവം യഥാസ്ഥാപനത്തിന്റെ കാലം തുറക്കാം. അപ്പോൾ ഈ ഉപവാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഉപവാസത്തിന് വേണ്ടി 5 കൂട്ടം കാര്യങ്ങളാണ് പറയുന്നത്. ഈ യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 12 തുടങ്ങി 17 വരെ വരുമ്പോൾ ഉപവാസത്തിന്റെ 5 കൂട്ടം കാര്യങ്ങളാണ് പറയുന്നത്. ഉപവാസത്തിൽ ഒന്നാമതായി നാം വായിച്ച വേദഭാഗത്തിൽ പറയുകയാണ്, ഉപവാസത്തോടുകൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിയണം. ജീവിതത്തിൽ ഉപവസിക്കുന്നവൻ എന്ത് ചെയ്യണം? കരയുകയും വിലപിക്കുകയും ചെയ്യണം. എന്താണ് ഈ കരച്ചിലും വിലാപമോ? എൻ്റെ സഹോദരങ്ങളെ, ജീവിതത്തിൽ പിശാച് നിങ്ങൾക്ക് വരുത്തിയ മുറിവുകൾ, ശത്രു നിങ്ങൾക്ക് വരുത്തിയ മുറിവുകളെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ദുഃഖിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പിഴവ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിനെക്കുറിച്ചൊരു ദുഃഖമുണ്ടാകണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തകർച്ച പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിനെക്കുറിച്ചൊരു ദുഃഖമുണ്ടാകണം. നിങ്ങളെ പിശാച് ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിനെക്കുറിച്ചൊരു ദുഃഖമുണ്ടാകണം. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കരിയറിൽ ഒരു അരിയർ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിനെക്കുറിച്ചൊരു കടുത്ത ദുഃഖമുണ്ടാകണം. നിങ്ങളുടെ ലൈഫിൽ ഒരു ഫെയിലിയർ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിനെക്കുറിച്ച് ഒരു ഭയങ്കര ദുഃഖമുണ്ടാകണം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങളുടെ ഇടയിൽ ഒരു ദുഷ്ടൻ ചെയ്യരുതാത്തത് ചെയ്തു, പക്ഷേ അതിനെക്കുറിച്ച് നിങ്ങളാരും എന്ത് ചെയ്തില്ല? ദുഃഖിച്ചിട്ടില്ല. പൗലോസ് പറയുകയാണ്, ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നാൽ ആ പ്രശ്നങ്ങളെല്ലാം പോട്ടെ എന്ന് പറഞ്ഞ് വിടരുത്. ആ പ്രശ്നത്തിനകത്ത് നീ കരഞ്ഞു തുടങ്ങണോ. ഉപവാസത്തിൽ വേദനയോടുകൂടെ ഉപവസിക്കുന്നവന്, കണ്ണുനീരോടുകൂടെ ഉപവസിക്കുന്നവന്, സങ്കടത്തോടുകൂടെ ഉപവസിക്കുന്നവന് ദൈവം ഒരു യഥാസ്ഥാപനം വരുത്തും. ഈ ഉപവാസ പ്രാർത്ഥനയിൽ എത്ര പേർ പറയുന്നു, കർത്താവിൻ്റെ ദാസനെ, ഒത്തിരി വേദനയോടുകൂടെയാണ് ഞാൻ ഉപവസിച്ചത്, ഒത്തിരി കണ്ണുനീരോടുകൂടെയാണ് ഞാൻ ഉപവസിച്ചത്, ഒത്തിരി ഭാരത്തോടുകൂടെയാണ് ഞാൻ ഉപവസിച്ചത്. അങ്ങനെയുള്ളവർ മാത്രം ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട് നിന്റെ കണ്ണുനീരിനെയും വിലാപത്തെയും കണ്ടിട്ട് നിന്റെ ഉപവാസത്തിനകത്ത് ദൈവമൊന്ന് ചെയ്യും. ആമേൻ. എന്നിട്ട് അതിൻ്റെ 12-ാം വാക്യം, നിന്റെ വിഷയങ്ങളെ കുറിച്ച് നിനക്ക് ദുഃഖമുണ്ടാകണം. വീണ്ടും 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, നീ ഉപവസിക്കുമ്പോൾ വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറണം. എന്താണ് ഈ വസ്ത്രം കീറുക, ഹൃദയം കീറുക എന്നുള്ളത്? സഹോദരങ്ങളെ, യഹൂദ്യ പാരമ്പര്യത്തിൽ വസ്ത്രം കീറുക എന്ന് പറഞ്ഞാൽ അതൊരു പാരമ്പര്യമാണ്, അതൊരു ചടങ്ങാണ്. ആകയാൽ കർത്താവ് പറയുകയാണ്, എടാ, ചടങ്ങിന് നീ ഉപവസിക്കണ്ട. ഈസ്റ്ററിൻ്റെ തലേന്ന് നീ വലിയ നൊയമ്പ് നോക്കണ്ട, നീ ക്രിസ്മസിൻ്റെ തലേന്ന് ചെറിയ നൊയമ്പ് നോക്കണ്ട. എനിക്ക് നൊയമ്പല്ല, ആചാരപ്രകാരമല്ല നൊയമ്പല്ല എനിക്ക് വേണ്ടിയത്. എനിക്ക് ആചാരപ്രകാരമുള്ള ഉപവാസമല്ല വേണ്ടത്. ഹൃദയം പൊട്ടുന്ന മനുഷ്യൻ്റെ പ്രാർത്ഥന, ഹൃദയം വേദനിക്കുന്ന മനുഷ്യൻ്റെ പ്രാർത്ഥന എനിക്ക് ആചാരമല്ല വേണ്ടത്. എനിക്ക് ഹാർട്ട് ടു ഹാർട്ട് റിലേഷനാ വേണ്ടത്. എനിക്ക് ട്രഡീഷൻ അല്ല വേണ്ടത്. എനിക്ക് ഹാർട്ട് ടു ഹാർട്ട് റിലേഷനാ വേണ്ടത്. എനിക്ക് പാരമ്പര്യമല്ല വേണ്ടത്. എനിക്ക് ഹാർട്ട് ടു ഹാർട്ട്, ഹാർട്ട് ടു ഹാർട്ട് റിലേഷനാണ് വേണ്ടത്. 12-ാം വാക്യത്തിൽ പറയുക, നീ സങ്കടത്തോടെ ഉപവസിക്കണം. 2, നീ ചടങ്ങിനല്ല, നീ നിന്റെ ഹൃദയത്തോടുകൂടെ എൻ്റെ അടുക്കൽ വരണം. എന്നിട്ട് അതിൻ്റെ 14-ാം വാക്യത്തിൽ അടുത്തതായിട്ട് പറയുകയാണ്, സിയോനിൽ കാഹളം ഊതുവീൻ, ഒരു ഉപവാസം നിയമിപ്പീൻ, സഭായോഗം വിളിപ്പീൻ. അപ്പോൾ ഉപവാസം എന്ത് ചെയ്യണം? ഒരു സഭായോഗമായി ഉപവസിക്കണം. ആമേൻ. ഈ കർത്താവിൻ്റെ ദാസനും കുടുംബത്തിനും 21 ദിവസം തനിയെ ഇരുന്നങ്ങ് ഉപവസിച്ചാൽ പോരായിരുന്നോ? തനിയെ ഇരുന്നങ്ങ് പ്രാർത്ഥിച്ചാൽ പോരായിരുന്നോ? അനുഗ്രഹം എല്ലാം അവർക്ക് തനിയെ കിട്ടത്തില്ലായിരുന്നോ? ആരും അറിയാതെ 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ സഭക്കാർക്ക് അദ്ദേഹത്തോടൊരു അല്പം കൂടെ സ്നേഹവും ബഹുമാനവും കൂടിയനെ. കണ്ടോ, ഞങ്ങളുടെ പാസ്റ്ററുകളും ആൻറ്റിയും ഒക്കെ ഫാസ്റ്റിങ്ങിലാണെന്ന്. അല്ല, അതിലുപരിയായി സഭയെ കൂട്ടിച്ചേർത്ത് സഭായോഗമായി കാഹളമൂതി പ്രസിദ്ധമാക്കിക്കൊണ്ട്, ഉപവാസം പ്രസിദ്ധമാക്കി സഭായോഗം വിളിച്ച് ഒരു ഉപവാസം ഇരിക്കുകയാണ്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, സഭയായി ഉപവസിച്ചാൽ, പരസ്യമായി ഉപവസിച്ചാൽ, പ്രസിദ്ധമാക്കി ഉപവസിച്ചാൽ, ബാനർ കെട്ടി ഉപവസിച്ചാൽ, ഒരു സത്യമുണ്ട്, അതിനകത്ത് ഒരു യഥാസ്ഥാപനത്തിൻ്റെ, ഒരു റിസ്റ്റോറേഷൻ്റെ കാലം തുറന്നു വരാം. ഇന്ന് പകൽ പരസ്യമായി സഭയായി ഉപവസിക്കുന്ന ദൈവ പൈതലെ,
ദൈവരാജ്യത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച്, ദൈവനാമത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഉപവസിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതകരമായ യഥാസ്ഥാപനത്തിൻ്റെ കാലം തുറക്കുക. വീണ്ടും അതിൻ്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 16-ാം വാക്യത്തിൽ പറയുകയാണ്, ജനത്തെ കൂട്ടിവരുത്തുവീൻ, സഭയെ ശുദ്ധീകരിപ്പീൻ, മൂപ്പന്മാരെ കൂട്ടിവരുത്തുവീൻ. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, പൈതങ്ങളെയും മുലകുടിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുവീൻ, മണവാളൻ മണവറയും മണവാട്ടി ഉള്ളറയും വിട്ട് പുറത്തു വരട്ടെ എന്ന് പറയുകയാണ്. നിങ്ങളിവിടെ കണ്ടോ എത്ര ഡിസിപ്ലിനായിട്ടാണ് പറയുന്നത്. ജനമെല്ലാം കൂടെ വരണം, സഭയെല്ലാം കൂടെ വരണം, എന്നിട്ട് മൂപ്പന്മാരെല്ലാം കൂടെ ഒരിടത്ത് കൂടി നിൽക്കണം. എന്നിട്ട് ശിശുക്കളും മുല കുടിക്കുന്നവരും എല്ലാവരും കൂടെ വേറൊരിടത്തോട്ട് അവരെ സെപ്പറേറ്റ് ഒന്ന് മാറ്റി നിർത്തണം. എന്നിട്ട് പറയുകയാണ്, മണവാളൻ മണവറയോ മണവാട്ടി ഉള്ളറയും വിട്ട് പുറത്തു വരട്ടെ എന്ന് പറഞ്ഞാൽ അവരുടെ ഓൺ ആക്ടിവിറ്റീസ്, അവരുടെ സ്വന്തം കാര്യങ്ങളെ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യണോ? അവൻ ഉപവസിക്കണം. സ്വന്തം കാര്യങ്ങളെ മാറ്റി വെച്ചിട്ട് ഉപവസിക്കണം. ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഫാസ്റ്റ് ചെയ്തോളാം പാസ്റ്ററെ, ഞങ്ങളും മണവറയിലിരുന്ന് ഫാസ്റ്റ് ചെയ്തോളാം, ഞങ്ങളും വീട്ടിലിരുന്ന് ഫാസ്റ്റ് ചെയ്തോളാം, ഞങ്ങൾ വണ്ടിയിലിരുന്ന് ഫാസ്റ്റ് ചെയ്തോളാം. നോ, മണവാളനും മണവാട്ടിയും മണവറ വിട്ട്, അവരുടെ സ്വകാര്യത വിട്ട്, അവരുടെ സുഖം വിട്ട്, അവരുടെ ഓൺ ആക്ടിവിറ്റീസ് വിട്ട്, അവരുടെ കാര്യങ്ങളെ പുറകിലേക്ക് മാറ്റി നിർത്തിയിട്ട്, പാസ്റ്ററെ നാളെ പ്രാർത്ഥനയ്ക്ക് ഒരു 10 മിനിറ്റ് താമസിച്ചേ വരത്തുള്ളൂ, കല്യാണത്തിനൊന്ന് പോയി മുഖം കാണിച്ചിട്ട് ഞാൻ അങ്ങ് വരാം, അവിടെ ഒരു വീട് കയറി താമസമുണ്ട്, അതുകൊണ്ട് ഞാൻ ഉപവാസത്തിന് നേരത്തെ പോകും. അവന് വേണ്ടിയല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ആ കാര്യങ്ങളെയൊക്കെ മാറ്റി വെച്ചിട്ട് പൈതങ്ങളെ മുല കുടിക്കുന്നവരെയും ഒരിടത്തും മാറ്റി നിർത്തി അവർക്കൊരു സെപ്പറേറ്റ് സോൺ കൊടുത്ത്, അവർക്കൊരു കോർണർ സ്പേസ് കൊടുത്ത് അവരെ മാറ്റി നിർത്തി. ഞങ്ങൾ മൂപ്പന്മാരാണെന്ന് തിരിച്ചറിഞ്ഞ്, ഞങ്ങൾ ഉത്തരവാദിത്വമുള്ളവരാണെന്ന് തിരിച്ചറിഞ്ഞ് മണവറ വിട്ട് പുറത്തിറങ്ങി ദൈവസന്നിധിയിൽ ദൈവത്തിന് വേണ്ടി വില കൊടുക്കുന്നവൻ. കണ്ടോ, ഉപവാസത്തിൽ 1 ഒരു മാനസിക ദുഃഖമുണ്ടാകണം, 2 ആചാരമല്ല അത് ആത്മാർത്ഥതയാകണം, 3 അത് സഭയായിട്ടെടുക്കണം, 4 സ്വന്തം കാര്യങ്ങളെ മാറ്റി നിർത്തിയിട്ടെടുക്കണം, 5-ാമതായി അവിടെ പറയുകയാണ്, യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ ഭൂമുഖത്തിൻ്റെയും യാഗപീഠത്തിൻ്റെയും മധ്യേ കരഞ്ഞുകൊണ്ട്, യഹോവേ നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ, ജാതികൾ അവരുടെ മേൽ വാഴുവാൻ തക്കവണ്ണം നിന്റെ അവകാശത്തെ നിന്നെ കേൾപ്പിക്കരുതേ, അവരുടെ ദൈവം എവിടെയെന്ന് ജാതികളുടെ ഇടയിൽ പറയുന്നത് എന്തിന്? അപ്പോൾ ഈ ഉപവാസത്തിലെ 5-ാമത്തെ ഭാഗം പുരോഹിതന്മാർ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? അവർ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഇന്റർസീഡിങ്, മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം കഴിക്കുക. ഞാൻ കരുതുന്നു ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ കാണാറുണ്ട്, ഉപവാസ പ്രാർത്ഥനകൾക്ക് 1-നോ 1.5-കോ 2-നോ ഒക്കെ പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത സെഷൻ ഇവിടെ ആരംഭിക്കാറുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥന. കണ്ടോ, ഉപവാസ പ്രാർത്ഥനയുടെ 5-ാമത്തെ തലം മധ്യസ്ഥ പ്രാർത്ഥനയാണ്. സ്തോത്രം. ഉപവാസ പ്രാർത്ഥന 1 മണിക്ക് തീർന്ന് വീട്ടിൽ പോയി കഥ പറയരുത്. പകരം ഉപവാസ പ്രാർത്ഥനയുടെ അടുത്ത മധ്യസ്ഥ പ്രാർത്ഥനയുടെ സെഷനിലേക്ക് ഈ സഭ ഇതുപോലെ ഇരിക്കണം, ഈ ജനം ഒരുപോലെ ഇരിക്കണം. 1 മണിക്ക് മണിയടിക്കുമ്പം പോകുന്ന പാരമ്പര്യ സഭക്കാരെ പോലെയല്ല, പകരം 12:30 കൃത്യം നിർത്തിയില്ലെങ്കിൽ ഷുഗർ കൂടുന്ന സഭക്കാരെ പോലെയല്ല, പകരം ഉപവസിച്ച് മധ്യസ്ഥമണയ്ക്കുന്ന പ്രാർത്ഥനക്കാർ. ഓ റമശതാരിയ, അങ്ങനെ ഉപവസിക്കുമെങ്കിൽ കർത്താവ് പറയുകയാണ്, അങ്ങനെ ഉപവസിക്കുമെങ്കിൽ വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴുവോ തിന്നുകളഞ്ഞ പഴയ കാലങ്ങളെ ഞാൻ മായ്ച്ചിട്ട് ഞാനൊരു പുതിയ കാലത്തെ, ഒരു അനുഗ്രഹത്തിൻ്റെ കാലത്തെ, ഒരു പുതിയ സീസണെ ഞാൻ നിനക്ക് തുറക്കാൻ പോവുകയാണ്. ഇന്ന് പകൽക്കാല ഉപവസിക്കുന്ന ദൈവജനത്തോട്, മധ്യസ്ഥമണച്ച് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ നിനക്ക് പുതിയൊരു സീസൺ തുറക്കാൻ പോവുകയാ, ഞാൻ നിനക്കൊരു സീസൺ തുറക്കാൻ പോവുകയാ. ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ ചോദിച്ചോ, ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തുന്ന കാലം ഏതാണെന്ന്? യേശു അവരോട് എന്താ പറഞ്ഞതെന്നറിയാമോ? യേശു അവരോട് പറഞ്ഞത് ഭയങ്കര മനോഹരമായിരിക്കുന്ന ഒരു ഭാഗമാണ്. 1:7 കടന്നു വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 1:7 വരുമ്പോൾ അവിടെ പറയുകയാണ്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള
കാലങ്ങളും സമയങ്ങളും പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളും സമയങ്ങളും. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, നിന്റെ കാലം പിശാചിന്റെ കയ്യിലല്ല, നിന്റെ സമയം പിശാചിന്റെ കയ്യിലല്ല. നിന്റെ കാലം പിശാചിന്റെയും മനുഷ്യന്റെയും കയ്യിലല്ല. പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലവും സമയം. എൻ്റെ അനുഗ്രഹത്തിൻ്റെ കാലം ദൈവത്തിൻ്റെ കയ്യിലാ. എൻ്റെ മാന്യതയുടെ കാലം ദൈവത്തിൻ്റെ കയ്യിലാ. എൻ്റെ വിശാലതയുടെ കാലം ദൈവത്തിൻ്റെ കയ്യിലാ. എൻ്റെ ദുഃഖകാലം മാറണമെന്ന് ചിന്തിക്കുന്നതും തീരുമാനിക്കുന്നതോ ദൈവമാ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ അധികാരമാണ് കാലങ്ങളെ നിശ്ചയിക്കുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം ഇതിനകത്ത് ഈ ആരാധനയുടെ നടുവിൽ തന്നെ ചില കാലങ്ങളെ കർത്താവ് മാറ്റി എഴുതാൻ പോവുകയാ. യുവർ സീസൺ ഈസ് ഗോയിങ് ടു ബി ചേഞ്ച്ഡ്. നിന്റെ കാലം ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥനയിൽ ദൈവം മാറ്റാം. കാരണം നിന്റെ കാലത്തിന്റെ മേൽ അധികാരമുള്ളത് ഒരു മനുഷ്യനുമല്ല, പിശാചിനുമല്ല. നിന്റെ കാലം ദൈവത്തിന്റെ അധികാരത്തിലാ. നിന്റെ കാലം ദൈവത്തിന്റെ അധികാരത്തിലാ. വായി തുറന്ന് ദൈവസഭ ഒരുമിച്ച് പറഞ്ഞു തുടങ്ങി, എൻ്റെ കാലം മാറ്റുന്നത് ദൈവമാ. കാരണം അത് ദൈവത്തിന്റെ അധികാരത്തിലാ. 31-ാം സങ്കീർത്തനം അതിന്റെ 15-ാം വാക്യത്തിൽ ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കാലഗതികൾ, എൻ്റെ കാലത്തിന്റെ ഗതി എന്ന് പറഞ്ഞാൽ എൻ്റെ കാലം എങ്ങോട്ട് പോകണമെന്നുള്ളത് കർത്താവിൻ്റെ കയ്യിലിരിക്കുന്നു. എൻ്റെ കാലഗതി കർത്താവിൻ്റെ കയ്യിലിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നിന്റെ കാലം എങ്ങോട്ട് തിരിയണമെന്ന് നിന്റെ മാനേജറല്ല തീരുമാനിക്കുന്നത്. നിന്റെ കാലം എങ്ങോട്ട് തിരിയണമെന്ന് തീരുമാനിക്കാൻ കഴിവുള്ള ഒരു ഗോഡ് ഫാദറും ഇന്ന് ലോകത്തിലില്ല. നിന്റെ കാലം എങ്ങോട്ട് തിരിയണമെന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു പൊളിറ്റിക്കൽ അതോറിറ്റി ലോകത്തില്ല. നിന്റെ കാലഗതി, നിന്റെ കാലം ട്വിസ്റ്റ് ചെയ്യപ്പെടാൻ പോവുകയാ. നിന്റെ കാലത്തിന്റെ ഗതി തിരിക്കപ്പെടാൻ പോവുകയാ. നിന്റെ ശുശ്രൂഷയുടെ കാല, നിന്റെ കുടുംബജീവിതത്തിന്റെ കാല, നിന്റെ വിദ്യാഭ്യാസത്തിന്റെ കാല, നിന്റെ കഷ്ടതയുടെ കാല, നിന്റെ ദുഃഖത്തിന്റെ കാല, നിന്റെ വള്ളിത്തല മുറിക്കുന്ന കാല പരിശുദ്ധാത്മാവ് അത് ട്വിസ്റ്റ് ചെയ്യാൻ പോവുകയാ. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് കാലങ്ങളെ നിശ്ചയിക്കുകയാ. കാരണം ഇറ്റ്സ് ഇൻ ദ അതോറിറ്റി ഓഫ് ഗോഡ്. അത് ദൈവത്തിന്റെ അധികാരത്തിനകത്താ. അമ്പാറക ശകമാനിയ. ഏത് മന്ത്രവാദി ആഭിചാരം ചെയ്താല്, ഏത് മലമണ്ടയ്ക്ക് പോയി നിനക്കെതിരെ കൂടോത്രം ചെയ്താല് നിന്റെ കാലത്തെ സ്വാധീനപ്പെടുത്താൻ കഴിയത്തില്ല. കാരണം നിന്റെ കാലം ദൈവത്തിൻ്റെ കയ്യിലാ. നിന്റെ കാലഗതി ദൈവത്തിൻ്റെ കയ്യിലാ. നിന്റെ കാലഗതി ദൈവത്തിൻ്റെ കയ്യിലാ. ഓ, യെശയ്യാവ് കടന്നു വന്ന് ഹിസ്കിയാവിൻ്റെ അടുക്കൽ ചോദിച്ചു, ഹിസ്കിയാവേ, ആഹാസിൻ്റെ കടികാരത്തിൽ സൂചി 10 അടി പിന്നോക്കം പോകണോ മുന്നോക്കം പോകണോ? ഹിസ്കിയാവ് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അത് സൂര്യൻ പറയുന്ന പോലല്ലേ ആഹാസിൻ്റെ കടികാരത്തിലെ നിഴല് പോകുന്നത്. യെശയ്യാവ് പറഞ്ഞു, ഹിസ്കിയാവേ, ആകാശത്തിലെ സൂര്യൻ പറയുന്നത് പോലെ അല്ല ആഹാസിന്റെ കടികാരത്തിലെ നിഴല് പോകുന്നത്. ഈ കടികാരം സൂര്യ നിഴലിനനുസരിച്ചാണെന്നാ ലോകം ചിന്തിക്കുന്നത്. ഈ കടികാരം പണിത ആഹാസ് രാജാവും ചിന്തിച്ചത് സൂര്യന്റെ നിഴലിനനുസരിച്ച്, ഇതിന്റെ സൂര്യന്റെ ചലനത്തിനനുസരിച്ച് ഇതിന്റെ നിഴല് മാറുമെന്ന. പക്ഷേ ഈ കടികാരം ഉണ്ടാക്കിയ ആഹാസ് പോലും ചിന്തിക്കാത്ത ഒരു കാര്യം ഞാൻ നിന്നോട് പറയാ. ഇതിന്റെ കാലത്തെ തിരിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ഇരിപ്പുണ്ട്. നീ യോശുവയെ പോലെ സൂര്യനും ചന്ദ്രനും നേരെ വിരൽ ചൂണ്ടിയാൽ അവ ഗിബയോനിലും അയ്യാലോൻ താഴ്വരയിലും സ്റ്റക്കാകും. ഇന്ന് പകൽ നിന്റെ കാലങ്ങളുടെ മേൽ, നിന്റെ കാലചക്രങ്ങളുടെ മേൽ പിശാച് വെല്ലുവിളിച്ചു നിൽക്കുന്ന പോരുകൾ ഇന്ന് പകൽ ഈ ആരാധനയ്ക്കകത്ത് പൊട്ടി തകരാൻ പോവുകയാ. ഇന്ന് പകൽ ദൈവം ചിലരുടെ കാലങ്ങളെ മാറ്റാൻ പോവുകയാ. യേശു പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ അധികാരത്തിൽ വെക്കുന്ന കാലം, എൻ്റെ പിതാവിൻ്റെ അധികാരത്തിലിരിക്കുന്ന കാലം. ഈ ദൈവസഭയുടെ സീസൺ ഒരു മനുഷ്യന്റെ കയ്യിലല്ല. ഈ ദൈവസഭയുടെ കാലഗതി ഒരു മനുഷ്യന്റെ കയ്യിലല്ല. അത് ദൈവത്തിന്റെ അധികാരത്തിനകത്ത്. ഇതിനകത്തിരിക്കുന്ന ഞാൻ ഉൾപ്പെട്ട ഓരോ ശുശ്രൂഷകന്റെയോ ശുശ്രൂഷയുടെ സീസൺ ഒരു സംഘടനയുടെയും ഒരു മനുഷ്യന്റെയോ ചെപ്പിനകത്ത് ഒതുങ്ങുന്നതല്ല. അത് ദൈവത്തിന്റെ അധികാരത്തിനകത്ത്.
Artanagadanagadanaga Shandiri Viri 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 Gadanagadanagadana. പരിശുദ്ധാത്മാവധികാരത്തോടെ ചലിച്ചു തുടങ്ങുന്നു. Amen, amen, amen. Holy Spirit, oh see him shatamanazi manifestation of the authority. Shikala manogozi andana artini minigatanaga shedereri antanagasi andana artini kauriate shiate Rutana mahasha baba baba mini mini shabda lamba ragadana hadada arkeri biri 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 shadam daram 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 Shabara mahaturi andana shagal tiri tiri tele gara shabat shabat shibi tiri kala prabha nagal tiri ഒരു നിമിഷം. rishmi ti rishme te Jesus. സഹോദരങ്ങളെ, oh Jesus. ഞാനൊരു 3 വാക്യം കൂടെ പറഞ്ഞിട്ട് ദൈവ സാന്നിധ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് കയറാം. നിന്റെ കാലങ്ങളുടെ അധികാരം ഒരു മനുഷ്യന്റെ കയ്യിലുമല്ല, ഒരു പിശാചിന്റെ കയ്യിലുമല്ല. എത്ര വലിയ കൂടോത്രക്കാരൻ ഇരുന്ന് കവടി നിരത്തി ഉറക്കൊഴിഞ്ഞാലും നിന്റെ കഷ്ടകാലത്തെ ഒരു പോയിന്റ് പോലും കൂട്ടാൻ കഴിയത്തില്ല. ഇന്ന് പകൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചില സീസണുകളെ മാറ്റാൻ പോവുകയാണ്. ഓ സമപ്രഭാനി, ഒരു സീസൺ ചേഞ്ചിനെ കുറിച്ച് പ്രസംഗിക്കാനല്ല ഞാൻ ഇന്ന് ഇതിനകത്ത് നിൽക്കുന്നത്. ഒരു സീസൺ ചേഞ്ചിന്റെ അനോയിന്റിംഗ് ഇന്ന് നിന്റെ മേൽ വീഴുന്നത് കാണാനാണ് ഞാൻ ഇതിനകത്ത് നിൽക്കുന്നത്. ജീസസ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന്. അപ്പോസ്തല പ്രവൃത്തി 3:19 കടന്നു വരുമ്പോൾ, നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. ഇന്ന് പകൽ ഇതിനകത്ത് ഇതുവരെയും മാനസാന്തരപ്പെട്ട് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ആരോടെങ്കിലും പകയോ വിദ്വേഷമോ ഉള്ളിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങളുടെ കാലത്തെ നഷ്ടപ്പെടുത്തുകയാണ്. കർത്താവായ യേശുവിനെ രക്ഷകരായി സ്വീകരിക്കാത്തവരാരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, സ്നാനപ്പെടാത്തവരാരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ മാത്രം വന്ന് പ്രാർത്ഥനയ്ക്കൊക്കെ അറ്റൻഡ് ചെയ്ത് വിടുതൽ മേടിച്ചുകൊണ്ട് പോകാം, പിന്നെ അടുത്ത ഉപവാസ പ്രാർത്ഥന വരുമ്പോഴും പാസ്റ്ററെ ഒന്ന് അറിയിച്ചേക്കണേ, അല്ല, എൻ്റെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് നീ ഒന്ന് തിരിഞ്ഞാൽ അടുത്ത ഭാഗത്ത് പറയുകയാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് സീസൺസ് ഓഫ് റിഫ്രഷിങ്, നിനക്കൊരാശ്വാസത്തിൻ്റെ കാലം വരും. ഒരാശ്വാസത്തിൻ്റെ കാലം വരും. ദൈവത്തിൻ്റെ സമ്മുഖം. എന്താണ് ദൈവത്തിൻ്റെ സമ്മുഖം? അതൊരു തമിഴ് വേർഡാണ്. സമ്മുഖം എന്ന് പറഞ്ഞാൽ അത് സാന്നിധ്യമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ന് പകൽ ദൈവം തൻ്റെ സന്നിധാനത്തിങ്കൽ നിന്ന്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന്, ഫ്രം ഹിസ് പ്രസൻസ്, അവൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ചിലർക്കൊരാശ്വാസത്തിൻ്റെ കാലത്തെ തരാൻ പോവുകയാണ്. ഇതിനകത്ത് സ്നാനപ്പെടാത്തവർ, കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കാത്തവർ, ഉപവാസ പ്രാർത്ഥനയുടെ വിടുതലിനെ മാത്രം സ്നേഹിച്ച് കടന്നു വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, സഹോദര സഹോദരി, നിന്റെ സീസൺ ചേഞ്ച് ആകണം. നീ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് ദൈവസന്നിധിയിൽ നിന്ന് ഒരു സീസൺ നിന്റെ മേൽ ഇറങ്ങാൻ പോവാ. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഒരു കാലം വരാൻ പോവുകയാണ്. ജീസസ്. അവിടെ ഒരു കാലമെന്നല്ല പറഞ്ഞ, ആശ്വാസ കാലങ്ങൾ. കഷ്ടകാലം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ദുഃഖത്തിൻ്റെ കാലം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, പ്രശ്നങ്ങളുടെ കാലം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആശ്വാസത്തിൻ്റെ ഒരു കാലമല്ല, കാലങ്ങൾ ദൈവം. എവിടെ നിന്നൊരു ആശ്വാസകാലം വരും? മക്കളിൽ നിന്നാണോ വരാൻ പോകുന്നത്? കുടുംബക്കാരിൽ നിന്നാണോ വരാൻ പോകുന്നത്? പെന്തക്കോസ് പള്ളി പോയെന്നറിഞ്ഞാൽ ഫ്രഷ് വായിക്കുന്ന സമുദായക്കാരിൽ നിന്നാണോ വരാൻ പോകുന്നത്? എവിടുന്നാ വരാൻ പോകുന്നത്? നീ ആരെയും പേടിക്കുന്നത്? ഈ ഫ്രഷ് വായിക്കുന്ന, നോട്ടീസ് വായിക്കുന്ന, വീട്ടിൽ വന്നിരുന്ന് വരട്ടുന്ന ഈ പുള്ളിക്കാരന്മാർക്ക് ആർക്കേലും നിനക്കൊരാശ്വാസകാലം തരാൻ പറ്റുമോ? പാസ്റ്ററെ, ആരും അറിയാതെ ഞങ്ങൾ വന്നേക്കുന്നത്. എടാ, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? അവൻ അറിഞ്ഞാൽ എന്താ? അവൻ നാളെ നോട്ടീസ് വായിച്ചാൽ അവൻ്റെ നോട്ടീസിനകത്താണോ നിന്റെ കഞ്ഞി ഇരിക്കുന്നേ? വിട്ടുകളയുന്നേ.
അങ്ങേ അറ്റം പോയ 4 അപവാദവും കൂടെ പറയും, 4 ദോഷവും കൂടെ പറയും, കണ്ട മുഖം വീർപ്പിച്ച് കാണിക്കും, നിന്റെ വീട്ടിൽ കയറാതിരിക്കും. അത്രയൊക്കെ അല്ലേ ഉള്ളു സാറേ. അതിൻ്റെ അപ്പുറം അവൻ എന്തോ ചെയ്യാൻ കഴിയും. പക്ഷെ നിന്റെ കാലത്തെ ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരുത്തനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ജീസസ്. ദൈവത്തിൻ്റെ സന്നിധാനത്ത് നിന്ന് ആശ്വാസം വരും. അടുത്ത ഭാഗം ഞാൻ ഒരു വാക്യം കൂടെ പറയട്ടെ, വാക്യങ്ങൾ പറയാതെ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. ഹഗായിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, ആകയാൽ നിങ്ങൾ ഇന്ന് തൊട്ട് പിന്നോക്കം യഹോവയുടെ മന്ദിരത്തിൽ കല്ലിന്മേൽ കല്ല് വെച്ചിരുന്നതിന് മുമ്പുള്ള കാലം വിചാരിച്ചു കൊള്ളുവീൻ. നിങ്ങൾക്ക് മുമ്പൊരു കാലം, ഒരു കാലത്തെ നിങ്ങൾ വിചാരിക്കുക. എന്നിട്ട് ആ കാലത്തിൻ്റെ പ്രത്യേകത പറയുക. ആ കാലത്ത് 20 പറയുള്ള കൂമ്പാരത്തിലേക്ക് ചെല്ലുമ്പോൾ 10 പറ മാത്രമേ കാണത്തുള്ളൂ. 50 പാത്രം കോരുവാൻ ചെല്ലുമ്പോൾ 20 മാത്രമേ കാണത്തുള്ളൂ. വെൺകതിരും വിഷമഞ്ഞും കൽമഴയും കൊണ്ട് നിങ്ങളുടെ കൈകളുടെ സകല പ്രവർത്തികളിലും ദണ്ഡിപ്പിക്കപ്പെട്ട കാലം. ഇങ്ങനെ ഒരു കാലം അനുഭവിച്ചിട്ടുള്ളവർ ഇതിനകത്ത് ഒത്തിരി പേരുണ്ടായിരിക്കും. 50 പ്രതീക്ഷിച്ചിടത്ത് 20 കിട്ടിയുള്ളൂ, 20 പ്രതീക്ഷിച്ചിടത്ത് 10 കിട്ടിയുള്ളൂ. എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും കൈ പൊള്ളിയിട്ടുണ്ട്. പക്ഷേ പറയുകയാണ്, യഹോവയുടെ മന്ദിരത്തിൽ കല്ലിന്മേൽ കല്ല് വെച്ചു. ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേൽ, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ കല്ലിന്മേൽ കല്ല് വെച്ചു. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പണിയാണ്. നീ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടാൻ തുടങ്ങി, നീ അഭിഷേകത്തിന് വിധേയപ്പെടാൻ തുടങ്ങി, നിന്റെ കാലം മാറാൻ തുടങ്ങി. എന്നിട്ട് അതിൻ്റെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ ഇന്ന് തുടങ്ങി മുമ്പോട്ട് ദൃഷ്ടി വെക്കുവേൻ. യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ദിവസം തുടങ്ങിയുള്ള കാലത്തിൽ തന്നെ ദൃഷ്ടി വെക്കുവേൻ. ഇനി നീ കളപ്പുരയിൽ ഒതുങ്ങത്തില്ല. മുന്തിരിവള്ളി അത്രവൃക്ഷവും മാതളവും ഫലം കായ്ക്കാൻ തുടങ്ങും. സീസൺ ഓഫ് ഫ്രൂട്ട്ഫുൾനെസ്. അതിനൊരൊറ്റ കാര്യം ചെയ്താൽ മതി. ക്രിസ്തുവെന്ന മൂലക്കല്ലിന്മേൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ ദൈവസഭയോട് പരിശുദ്ധാത്മാവിൻ്റെ ആ കൺട്രോളിനകത്ത് നീ ഒന്ന് വന്നാൽ മതി. യുവർ സീസൺ ഷാൽ ബി ചേഞ്ച്ഡ്. ഏലിയാവിൻ്റെ അടുക്കൽ ബാല്യക്കാരൻ ഓടി വന്നിട്ട് പറയുക, യജമാനനെ സമുദ്രത്തിൽ നിന്നൊരു കൈ പോലെ ഒരു മേഘം പൊങ്ങി വരുന്നത് കണ്ടു. അത് ആകാശത്തെ മുഴുവൻ മൂടിയിരിക്കുന്നു. കഴിഞ്ഞ 3.5 വർഷമായിട്ട് ഒരു മൃഗത്തിന് പുല്ലുപോലും കിളിക്കാത്ത ദേശം. പക്ഷെ സീസൺ മാറാൻ പോവാ. രാജാവിൻ്റെ അടുക്കൽ ഏലിയാവ് ചെന്ന് പറഞ്ഞു, നീ വ്രതം പൂട്ടി നാട് വിട്ടോ, പിടിച്ചാ കിട്ടാത്ത മഴ വരാൻ പോവുക, സീസൺ മാറാൻ പോവുക. ഞാൻ ഏലിയാവിൻ്റെ അടുക്കൽ ചോദിക്കും, ഏലിയാവ്, എന്താണ് ഈ സീസൺ മാറാൻ നിന്റെ പക്കലുണ്ടായിരുന്ന ശക്തി? ഏലിയാവ് പറയും, നീ കണ്ടില്ലേ, ഒരു സീസൺ ചേഞ്ചിന് വേണ്ടി എൻ്റെ ബാല്യക്കാരൻ ഈ മലയിൽ നിന്ന് ആ സമുദ്രതീരം വരെ ഓടുമ്പോഴൊക്കെയും ഞാൻ എന്ത് ചെയ്യുകയായിരുന്നെന്ന് നീ കണ്ടില്ലേ? എൻ്റെ മുഴങ്കാലുകൾക്കിടയിൽ മുഖമിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി സീസൺ ചേഞ്ച് ആവാൻ പോവുക. ഉപവസിക്കുന്നവന് വേണ്ടി സീസൺ ചേഞ്ച് ആക്കാൻ പോവുക. ഇന്ന് പകൽ ഇതിനകത്തൊരു അസാധാരണ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് പകൽ ഇതിനകത്ത് കർത്താവ്, എനിക്കൊരു സീസൺ ചേഞ്ച്, എൻ്റെ കാലം ഒന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഹൃദയം തുറന്ന് ദൈവത്തോട് അത് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ദൈവസന്നിധാനത്തെങ്കിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ഇന്ന് പകൽ നിന്റെ കാലം മാറാൻ പോവുക. നിന്റെ കാലം മാറാൻ പോവുക. നിന്റെ കഷ്ടകാലം മാറും, നിന്റെ ദുഃഖകാലം മാറാം, നിന്റെ നിന്നയുടെ കാലം മാറാം. നിന്റെ കാലം ഒരു കൂടോത്രക്കാരൻ്റെ കയ്യിലുമല്ല, നിന്റെ കാലം ഒരു മനുഷ്യൻ്റെ കയ്യിലുമല്ല, നിന്റെ കാലം ഒരു മന്ത്രവാദിയുടെ കയ്യിലുമല്ല. നിന്റെ കാലം ദൈവത്തിൻ്റെ കയ്യിലാണ്. നിന്റെ കാലം ദൈവത്തിൻ്റെ കയ്യിലാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് അതിനെ എടുത്ത് ചലിപ്പിക്കാൻ പോവുകയാണ്. ആകാശിൻ്റെ കടികാരത്തിലെ നിഴൽ മാറി മറിഞ്ഞത് സൂര്യൻ്റെ ചലനമത്തിനപ്പുറം അതിനെ ചലിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരം കൊണ്ടാണെങ്കിൽ ഇന്ന് പകൽക്കാല സ്വർഗം ചിലരുടെ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ നടത്താൻ പോവുകയാണ്. അർദ്ധന മരാസക പ്രവാലിയ കൃപ ലഭിച്ച ദൈവജന മതരങ്ങളെ തുറന്നാട്ടെ. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, മനസ്സന്തരപ്പെടാത്ത സ്നാനപ്പെടാത്ത ദൈവ
ദൈവസഭയോട് ചേരാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നീ നിന്റെ നന്മയുടെ കാലത്തെ തടസ്സപ്പെടുത്തുകയാണ്. ഇന്ന് പകലൊരു തീരുമാനമെടുത്ത് ദൈവസന്നിധാനത്തെങ്കിൽ നീ താണാൽ ദൈവം നിനക്കൊരു നന്മയുടെ ആശ്വാസത്തിൻ്റെ കാലങ്ങളെ തുറക്കാൻ പോവുകയാ. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ഒരു കാലം തുറക്കാൻ പോവുകയാ. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ പറഞ്ഞോ, കാലങ്ങളും സമയങ്ങളും ദൈവത്തിൻ്റെ അധികാരത്തിൽ, പിതാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ആ അധികാരം ഇതിനകത്ത് ദൈവം റിലീസ് ചെയ്യാൻ പോവുക. അടഞ്ഞ കണ്ണുകളോടുകൂടെ ദൈവസന്നിധാനത്തോട് അടുത്ത് നിന്നാട്ടെ. പരിശുദ്ധാത്മാവ് അസാധാരണമായി ചലിക്കുന്ന സമയമായത്. ക്ഷീണിതരായി തളർന്നവരായി ആരും ഇതിനകത്ത് നിൽക്കരുത്. പരിശുദ്ധാത്മാവ് ചില ഇടപെടലുകളെ ഇതിനകത്ത് നടത്താൻ പോവുക. ഇവിടെ ബൈബിളുകളെ മാറ്റി ഒതുക്കി വെച്ച് കൃപാസനത്തോട് അടുത്തു വന്ന് നിന്നാട്ട്, ദൈവ സാന്നിധ്യത്തോട് അടുത്തു വന്ന് നിന്നാട്ട് പരിശുദ്ധാത്മാവ് ചിലതിനെ തൊടാൻ പോവുകയോ. അൽബന രഗദനി അടൂരമ കർമ്മശ പ്രവാലിയ വൈഡം പാലഘട്ടം പട്ടാരമ കത്തുരി ബനാഷ്യ പ്രവാനിയ അൽപേ നികസപ്തരാദിയാതര. ഇന്ന് പകൽക്കാല ഏത് കാലമാണോ നിന്റെ ജീവിതത്തിൽ മാറേണ്ടത്, ഇന്ന് പകൽ കർത്താവ് ആ കാലത്തെ മാറ്റാൻ പോവുകയാ. ഏത് കാലമാണോ നിന്റെ ജീവിതത്തിൽ മാറേണ്ടത്, കർത്താവ് ഇന്ന് ആ കാലത്തെ മാറ്റാൻ പോവുകയാ. നീ തലകുനിച്ച കാലത്തിൽ നിന്ന് നിന്റെ ആ കുനിഞ്ഞ വള്ളിത്തലകളെ ദൈവം വെട്ടി മാറ്റിയിട്ട് നിവരുന്ന വള്ളികളെ നിന്റെ കുടുംബത്തിൽ ആ കൂനിപ്പോയ വള്ളിത്തലകളെ മുറിച്ചിട്ട് നിവരുന്ന വള്ളിത്തലകളെ ദൈവം അതിനകത്ത് കണക്ട് ചെയ്യുക. പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുക. അടഞ്ഞ കണ്ണുകളോട് തുറന്ന അധരങ്ങളോടെ സ്വർഗത്തിലേക്ക് ഹൃദയമുയർത്തി പ്രാർത്ഥിച്ചാട്ട്, എൻ്റെ കാലമൊന്ന് മാറട്ടെ. നിന്റെ ദുഃഖകാലം തീർന്നു പോകാം. നിന്റെ ദുഃഖകാലം തീർന്നു പോകാം. കഷ്ടകാലത്തിന്റെ നടുവിലായിരിക്കും നീ ഇന്ന് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്. ഒരു വലിയ കൊടൂര കഷ്ടകാലത്തിന്റെ നടുവിലായിരിക്കുക നീ ഇന്ന് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്. ഒരു വലിയ നിന്ദയുടെ കാലത്തായിരിക്കും നീ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്. ഒരു വലിയ ക്ഷാമത്തിന്റെ കാലത്തായിരിക്കുക നീ ഇന്ന് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്. എല്ലാവരും കൈവിട്ട ഒരു ഒറ്റപ്പെടലിന്റെ കാലത്തായിരിക്കുക നീ ഇന്ന് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്. നിന്റെ കൈകൾ പൊള്ളിയ, ദണ്ഡിക്കപ്പെട്ട, എന്ത് ചെയ്തിട്ടും എല്ലാറ്റിലും പരാജയപ്പെട്ട ഒരു കാലത്തിലായിരിക്കും നീ ഇന്ന് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഇന്നു പകൽ ദൈവം നിന്റെ കാലത്തെ മാറ്റാൻ പോവുകയാ. ദൈവം നിന്റെ സീസണെ മാറ്റാൻ പോവുകയാ. നൊടി ഇടയ്ക്കുള്ളിൽ ഒരു സീസൺ ചേഞ്ച്, നൊടി ഇടയ്ക്കുള്ളിൽ ഒരു കാലമാറ്റം ദൈവം ഇതിനകത്ത് ചെയ്യാൻ പോവുകയാ. ഒരു രാത്രി ഇരുട്ടി വെളുക്കുന്നത് പോലെ സ്വർഗം നിന്റെ കാലഘട്ടത്തെ മാറ്റാൻ പോവുകയാ. നട്ടുച്ച നേരത്ത് കയറി വന്ന ചില ഇരുട്ടുകൾ അർദ്ധരാത്രിക്ക് മാറിപ്പോകാൻ പോവുകയാ. ഇതാ നിന്റെ അർദ്ധരാത്രിയിൽ സൂര്യൻ ഉദിക്കാൻ പോകുന്നു. നിന്റെ അർദ്ധരാത്രിയിൽ സൂര്യൻ ഉദിക്കാൻ പോകുന്നു. അപാന ശബാല വൈഡാര അർദ്ധാന മറാശകം പാലി ബടാദര. പരിശുദ്ധാത്മാവ് ചിലരെ തൊട്ടു തുടങ്ങിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ചിലരെ തൊട്ടു തുടങ്ങിയിരിക്കുന്നു. നിന്റെ ഉപവാസം, ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ആഴ്ച ഭയങ്കരമായ ഒരു സീസൺ ഷിഫ്റ്റ് നടക്കാൻ പോവുകയാ. വേനൽ മാറോ, ശീതം മാറോ, പിന്മഴയുടെ കാലം, ഒരു പിന്മഴയുടെ കാലം, ഒരു പിന്മഴയുടെ കാലം, ഒരു പിന്മഴയുടെ കാലം, ഒരാശ്വാസത്തിന്റെ കാലം സ്വർഗം ഈ ജനത്തിന് വേണ്ടി ഓപ്പൺ ചെയ്യുക. റിസീവ് ദ ഗുഡ് സീസൺ. നല്ല കാലം സ്വീകരിച്ചോ. ദൈവത്തിൽ നിന്ന് അനുഗ്രഹത്തിന്റെ കാലം സ്വീകരിച്ചോ. അസാധാരണമായ ഒരു കാലമാറ്റം ദൈവം ഇതിനകത്ത് ചെയ്യുകയാ. ഒരു സീസൺ ചേഞ്ച് സംഭവിക്കുക. ആഗ്രഹിക്കുന്നവർ ദൈവ സാന്നിധ്യത്തിലേക്ക് കയറിക്കോ. പരിശുദ്ധാത്മാവ് നിന്റെ കാലത്തെയോ നിന്റെ കാലഘട്ടത്തെയും മാറ്റുകയോ. ഒരു സീസൺ ഷിഫ്റ്റിംഗ് നടക്കുകയോ. സീസൺ ഷിഫ്റ്റിംഗ് നടക്കുകയോ. കണ്ണുനീരിന്റെ കാലം, കരഞ്ഞ കാലം, നെടുവീർപ്പിട്ട കാലം പരിശുദ്ധാത്മാവ് മാറ്റാൻ പോവുകയോ. അതരം തുറന്ന് അന്യഭാഷകള്